ആയത്തുൽ കുർസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമിലെ ഇത്രയും ശ്രേഷ്ഠമായ മറ്റൊന്ന് അല്ലാഹുവിന്റെ വചനങ്ങളിലില്ല. അഫ്ളലു മാ ഫിൽ ഖുർആൻ. അല്ലാഹു തആല അത് ധാരാളം പതിവാക്കാൻ, കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 255-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഒരായത്താണ് ആയത്തുൽ കുർസി. ഖുർആനിൽ ഇങ്ങനെ നോക്കിയാൽ ഈ ആയത്തുകൾ 9 സെന്റൻസുകളാണ്, 9 ജുംലകളാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവിടെ ഒരു ജീം കാണും, വഖഫ് ജായിസ, നിർത്തൽ ജായിസാണ്. ഒന്നാമത്തെ ജുംല അതാണ്. 2 ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അവിടെ ഉണ്ട് ജീം മേലെ, നിർത്തൽ ജായിസ, വേണമെങ്കിൽ നിർത്താം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. 3 അവിടെ ഉണ്ട് ഖിലെ അൽ വഖഫ് ഔലാ, നിർത്തലാണ് ഉത്തമം. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അവിടെ ഉണ്ട് ഒരു ജീം, നിർത്തൽ ജായിസാണ്. 4ാമത്തെ ജുംല അതാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവിടെ ഉണ്ട് സുലെ അൽ വസ്ലു ഔലാ, നിർത്താം, ചേർത്തി ഓതല നല്ലത്. അതാണ് 5ാമത്തെ ജുംല, 5ാമത്തെ സെന്റൻസ്. 6 വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. അവിടെ കാണും ജീം, നിർത്തൽ ജായിസാണ്. 7 വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. നിർത്താം, ചേർത്തി ഓതലാണ് ഉത്തമം. അൽ വസ്ലു ഔലാ, സുലെ എന്ന് കാണും. 8 വലാ യഊദുഹു ഹിഫ്ളുഹുമാ. അവിടെ ഒരു ജീം ഉണ്ട്, നിർത്തൽ ജായിസാണ്. 9 വഹുവൽ അലിയുൽ അദീം. 9 ജുംലകളാണ് ആയത്തുൽ കുർസി എന്ന ഒരൊറ്റ ആയത്ത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ ഖുർആൻ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഖുർആനിലെ ആയത്തുൽ കുർസി എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. ഖുർആനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ 6236 ആയത്തുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാന്ന് ചോദിച്ചാൽ ആയത്തുൽ കുർസി. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അവിടുത്തെ സ്വഹാബിനോട്, നബിയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബി ഒരു പിശാചിനെ കണ്ടുമുട്ടി, വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആ പിശാചിന്റെ കൈയിന് പിടിച്ചു ഈ സ്വഹാബി. പിടിച്ചപ്പോ കൈ ഭയങ്കര ദുർബലമാണ്, നായയുടെ കൈ പോലെ എന്ന് പറഞ്ഞു. അപ്പോ ഈ സ്വഹാബി ചോദിച്ചു, അല്ല നീ പിശാചല്ലേ, എന്താ നിന്റെ കൈ ഇങ്ങനെ നായയുടെ കൈകളെ പോലെ വളരെ ദുർബലമായത്? അപ്പൊ പറഞ്ഞു, ഞാൻ ജിന്നുകളിൽ, പിശാചുക്കളിൽ ഇഫ്രീത്ത്, വലിയ ശക്തനായ ജിന്നാണ്, പിശാചാണ്. പക്ഷേ ഞാൻ എന്താണ് ഇങ്ങനെ ദുർബലനായതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. നമുക്കൊന്ന് മൽപിടുത്തം നടത്തിയാലോ? മൽപിടുത്തം നടത്തി. ഫസ്വറഅഹു സ്വഹാബിയു. ഈ സ്വഹാബി പിശാചിനെ കമിഴ്ന്നടിച്ച് കിടത്തി. പിശാച് തോറ്റു, സ്വഹാബി ജയിച്ചു. പിശാച് എഴുന്നേറ്റ് പറഞ്ഞു, ഒന്നുകൂടെ ഒന്നുണ്ടോ? ഒന്നുകൂടെ എന്നോട് മത്സരിക്കാനുണ്ടോ? അപ്പോഴും സ്വഹാബി ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ദുർബലനായത്? ഞാൻ പറയാം, ഒന്നുകൂടെ എന്നെ മലർത്തിയടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു തരാം എന്താണ് ഞാൻ ദുർബലനാവാൻ കാരണമെന്ന്. ഒന്നുകൂടെ മൽപിടുത്തം നടത്തി, കമിഴ്ന്നടിച്ചു വീണു പിശാച്. അപ്പൊ സ്വഹാബി ചോദിച്ചു, ഇനി പറയ്, എന്താണ് നിനക്ക് പറ്റിയത്? അപ്പോഴാണ് പിശാച് പറഞ്ഞത്, ഞാൻ വലിയ കഴിവുള്ള പിശാചാണ്, പക്ഷേ നിങ്ങൾ ഒരുപാട് തവണ ആയത്തുൽ കുർസി ഓതുന്ന ആളാണ്. ഇങ്ങനെ ആയത്തുൽ കുർസി ഓതുന്ന ആളുടെ മുമ്പിൽ ഞങ്ങൾ ദുർബലന്മാരാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബി, അവിടുത്തെ സ്വഹാബി ചോദിക്കുകയായി,
ആരായിരുന്നു ആ സ്വഹാബി? ആരാണ് ആ സ്വഹാബി? ആരാണ് ആ സ്വഹാബി? റസൂൽ തങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ടോ? എന്നാലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒന്ന് പറഞ്ഞു തരിൻ. സാഹിബ് സിദ്ദി റസൂലില്ലാഹ്, കാതിബ് റസൂലില്ലാഹ്, നബിയുടെ സ്ക്രൈബാണ്, നബിയുടെ സാഹിബ് സിറാണ്. ഒന്ന് പറഞ്ഞു തരിൻ, ആരായിരുന്നു ആ സ്വഹാബി? വമൻ ഹുവ ഗൈറു ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റാരാവാനാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളാണ് ആ പിടിച്ച് തള്ളിയിട്ടത് പിശാചിനെ. ആയത്ത് കുറിച്ച് ഓതുമായിരുന്നു, പിശാച് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. തങ്ങൾ പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇഖ്റഊഹാ, നിങ്ങളത് ഓതണം. ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതി കിടക്കണം. നേരം പുലരുന്നത് വരെ പിശാച് നിങ്ങളെ തൊടുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇതിന് ഏറ്റവും വലിയ അത്ഭുതം 9 ജുംലയാണ്, 9 സെന്റൻസുകൾ. അത് ഇങ്ങനെ ഈ ഖുർആൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, അവിടെയൊക്കെ വഖഫുണ്ട്. ഇതിന് അത്ഭുതം എന്താ അറിയോ? 1-ാമത്തെ ജുംലയും 9-ാമത്തെ ജുംലയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 2-ാമത്തേതും 8-ാമത്തേതും ഒരുപോലെയാണ്. 3-ാമത്തേതും 7-ാമത്തേതും ഒരുപോലെയാണ്. 4-ാമത്തേതും 6-ാമത്തേതും ഒരുപോലെയാണ്. 5-ാമത്തേത് രണ്ടുമായും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനൊരു മനോഹരമായ സ്ട്രക്ചർ ഈ ആയത്തിൽ കുറിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോളൂ, ആ അർത്ഥം എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ, ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമേ ഇല്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്, ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടുപോരുന്നവനാണ്. അല്ലാഹുവിന്റെ എത്ര ഇസ്മാണ് ഇപ്പൊ ഇതിലുള്ളത്? എത്ര ഇസ്മ പറഞ്ഞു? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. എത്ര പേരുണ്ട് അതിൽ? അല്ലാഹുവിന്റെ എത്ര ഇസ്മുണ്ട്? 2. അൽ ഹയ്യ് ഖയ്യൂം. അവസാനത്തെ സെന്റൻസ് നോക്കി, വഹുവൽ അലിയുൽ അദീം. അല്ലാഹു അലിയാണ്, അല്ലാഹു അദീമാണ്. അല്ലാഹു ഏറ്റവും ഉന്നതനാണ്, അല്ലാഹു മഹോന്നതനാണ്, അലിയാണ്, അദീമാണ്. എത്ര ഇസ്മ പറഞ്ഞു? 2. ആദ്യത്തേതിലും 2 ഇസ്മ, ഹയ്യ് അലി 2 യായിൽ അവസാനിക്കണം. ഖയ്യൂം അദീം മീമിൽ അവസാനിക്കുകയാണ്. മനോഹരം, 2 ഇസ്മുകൾ ആദ്യത്തിലും അവസാനത്തിലും. അല്ലാഹു ഖയ്യൂം എന്ന് പറഞ്ഞു. ഖയ്യൂം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്നവൻ എന്നാണ്, നോക്കി പരിപാലിക്കുന്നവരെന്നാണ്. സെക്യൂരിറ്റി ഗാർഡിന്റെ ജോബാണ്. സെക്യൂരിറ്റി ഗാർഡിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർ ഫുൾ ടൈം സെക്യൂരിറ്റി ക്യാമറയിൽ നോക്കണം. ക്യാമറയിൽ ഇങ്ങനെ നോക്കിയിരുന്ന കൂർക്കം വലിച്ചു പോകും അല്ലെ. അതുകൊണ്ടാണ് അധിക സെക്യൂരിറ്റി ജ്വല്ലറിന് മുമ്പിലെ ഉറങ്ങണണ്ടില്ലേ. എന്താ പോയി നോക്കിയിരുന്നിട്ട് ഒരാളും വരുന്നില്ലല്ലോ, അങ്ങനെ ഇരിക്കല്ലേ, കുറേ ഇരുന്നാൽ ബോറടിക്കും, അപ്പോൾ ഉറക്കം വരും. അല്ലാഹു ഖയ്യൂമാണ്. അല്ലാഹുവിന്റെ ഖയ്യൂമിയത്ത് ഭൂമിയിലെ മനുഷ്യന്മാരെ പോലെയാണെന്ന് മനസ്സിലാക്കരുത്. അല്ലാഹു പ്രപഞ്ചത്തെ നോക്കി പരിപാലിച്ചു വരുന്നത്. ഈ ഭൂമിയിൽ ജീവനുള്ള ഒരു കുഞ്ഞു പോലും അല്ലാഹുവിന്റെ ഇൽമിൽ നിന്ന് മറഞ്ഞു പോവില്ല. അങ്ങനെയാണ്, ഒരാളും മറഞ്ഞു പോവില്ല. അല്ലാഹു നിലനിർത്തിപ്പോരുന്നവനാണെന്ന് പറയുമ്പോ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ നോക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ പോലെ അല്ലാഹു ക്ഷീണിച്ചു പോകുന്നു വിചാരിക്കണ്ടേ. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, തൂങ്ങി ഉറക്കമോ അല്ലാഹുവിനെ ബാധിക്കുകയില്ല. അവൻ ഖയ്യൂമാണ്. അല്ലാഹുവാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അല്ലാഹു നിലനിർത്തുമ്പോ അല്ലാഹുവിന് ഉറക്കം വരൂല, അല്ലാഹുവിന് തൂങ്ങി ഉറക്കവും വരൂല. 2-ാമത്തെ സെന്റൻസ്. നീ 8-ാമത്തെ എന്താ? അടിയിൽ നിന്ന് മേലോട്ട് വരും.
വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഈ പ്രപഞ്ചം പരിപാലിച്ചു കൊണ്ടു നടക്കാൻ അല്ലാഹുവിന് ക്ഷീണം ബാധിക്കുകയേ ഇല്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഈ പ്രപഞ്ചലോകം മുഴുവനും പരിപാലിക്കാൻ അല്ലാഹുവിന് ക്ഷീണമേ ബാധിക്കുകയില്ല. ഇവിടെ പറഞ്ഞു അല്ലാഹുവിന് ഉറക്കവും ബാധിക്കൂല, തൂങ്ങിയുറക്കവും ബാധിക്കൂല. ഒരുപോലല്ലേ? സുബ്ഹാനല്ലാഹ്, ഒരുപോലെയാണ്. തൂങ്ങിയുറക്കം ബാധിക്കൂല, അല്ലാഹുക്ക് ക്ഷീണമില്ല. അല്ലാഹു ഖയ്യൂമാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അല്ലാഹുവിന് അധികാരപ്പെട്ടതാണ്, അല്ലാഹുവിന് ഉടമസ്ഥാവകാശമുള്ളതാണ്. മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അല്ലാഹുവിനുള്ളതാണ്. ഈ സ്ഥലം ആരതാന്ന് ചോദിച്ചു. ഇത് ഗഫൂറാജിൻ്റെതാന്ന് പറഞ്ഞു അല്ലേ? തങ്ങളെ സ്ഥലം എന്ന് പറഞ്ഞു. തങ്ങളതിന്റെ മാലിക്കോ മലിക്കോ? മാലിക് എന്ന് പറഞ്ഞ ഉടമസ്ഥൻ, മലിക് എന്ന് പറഞ്ഞ രാജാവ്. ഒരു സ്ഥലം ഉടമപ്പെടുത്തുമ്പോൾ നമ്മൾ രാജാവ് എന്നാ പറയാ, അതല്ല ഓണർ എന്നാ പറയാ. ഓണർ എന്നല്ല പറയാ, മാലിക്കാണ്. അള്ളാഹു മാലിക്കും മലിക്കുമാണ്. മലിക്കാവണമെങ്കിൽ ജനങ്ങൾ കയ്യിലാകുമ്പോഴാ, ജനങ്ങളെ ഭരിക്കുമ്പോഴാണ് മലിക്കാവുക, രാജാവാവുക. സ്ഥലം സാധനങ്ങളെ ഭരിക്കുമ്പോൾ ഉടമസ്ഥൻ. അള്ളാഹു മാലിക്കാണ്, അള്ളാഹു മലിക്കുമാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ് ആകാശഭൂമികളിലുള്ള മുഴുവനും എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ മാലിക് എന്ന വിശേഷണമോ മലിക് എന്ന വിശേഷണമോ? ഏതാണ് മാലിക് എന്ന് പറഞ്ഞ? കൈവക്കീൻ. അള്ളാഹു മാലിക്കാണ്, ഉടമസ്ഥനാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആകാശഭൂമികളിലുള്ളത് അള്ളാഹുവിനാണ്, അതാണെന്നാണോ? അതല്ല അള്ളാഹു രാജാവാണ് എന്നാണോ ഈ ആയത്തിന്റെ അർത്ഥം വരുന്നത്? ഉടമസ്ഥനാണെന്ന് പറഞ്ഞെന്ന് കൈവക്കീൻ. അള്ളാഹു ഉടമസ്ഥനാണ്, അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ബാക്കിയുള്ളവർ എന്താ പറയണത്? രാജാവാണെന്ന് ഇതിനർത്ഥം എന്ന് മനസ്സിലാക്കി ഒരു കൈവക്കിയാട്ടെ. ലഹു, അല്ലാഹുവിന് ഉടമപ്പെട്ടതാണ്. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, whatsoever in the entire universe, in the heavens and earth, അല്ലാഹുവിന് ഉടമപ്പെട്ടതാണ്. എന്തെല്ലാമുണ്ടോ ഈ പ്രപഞ്ചത്തിൽ ഇത് അല്ലാഹുവിന് ഉടമപ്പെട്ടതാണ്. ഇത് അല്ലാഹുവിന്റെ മാലിക് എന്ന വിശേഷണമാണോ അല്ല രാജാവ് എന്ന മലിക് എന്ന വിശേഷണമാണോ? ഇതാണ് ചോദ്യം. ഇത് അള്ളാഹുവിന്റെ മാലിക് എന്ന വിശേഷണമാണെങ്കിൽ കൈപൊക്കീൻ. അള്ളാഹ് ഉടമസ്ഥനാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം ഉടമസ്ഥാവകാശം. പൊക്കാത്തോല് കുറച്ച് ആൾക്കാർ അടിയിലുണ്ട്. അപ്പൊ അവരുടെ അഭിപ്രായം അള്ളാഹു രാജാവ്. കൈതാത്തി, മാഷാ അല്ലാഹ്. ബാക്കിയുള്ളവർ കൈപൊക്കിയട്ടെ. അത് രാജാവിനെ സംബന്ധിച്ച് പറയാണ്. 1, 2, 3, 4 അള്ളാഹു രാജാവാണ്. ഒന്നുകൂടെ പറയട്ടെ, സ്ഥലം അധികാരപ്പെടുത്തുമ്പോൾ മാലിക്കാണ്, ജനങ്ങളെ അധികാരപ്പെടുത്തുമ്പോൾ മലിക്കാണ്. ഇവിടെ ജനങ്ങളെ പറ്റിയാണോ അള്ളാഹു പറഞ്ഞത്? വസ്തുക്കളെ കുറിച്ചാണ് പറഞ്ഞത്. വസ്തുക്കളെ കുറിച്ചാണ്. അപ്പൊ അള്ളാഹു മാലിക്കാണ്, അതാണ് ശരി ഉത്തരം. 10 മാർക്ക്. ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ് പ്രപഞ്ചത്തിലുള്ളതെല്ലാം. അള്ളാഹു മാലിക്കാണ്. ഇത് എത്രാമത്തെ സെന്റൻസ് ആണ്? മൂന്നാമത്തേത്. നമ്മൾ അപ്പൊ അതുകൊണ്ട് അടിയിന്ന് മൂന്നാമത്തേത് 7ാമത്തേത് എടുക്കിൻ. 7ാമത്തെ എന്താ പറയണത്? വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്, വസിഅ കുർസിയുഹു, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കസേര, അല്ലാഹുവിന്റെ കുർസി. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്നു അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കസേര. അല്ലാഹുവിന്റെ അധികാരമാണ് കുർസി. അത് പറഞ്ഞാൽ ജനങ്ങൾ അല്ലാഹു ഭരിക്കുന്നു എന്നർത്ഥം. ഇത് അല്ലാഹു മാലിക്കോ മലിക്കോ? മലിക്, അല്ലാഹു രാജാവാണ്. ആദ്യം പറഞ്ഞത് അല്ലാഹു ഉടമസ്ഥനാണ്. ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, അല്ലാഹു മാലിക്കാണ്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കുർസി. അധികാരം എന്ന് പറയുന്നത് ജനങ്ങളെ ഭരിക്കുമ്പോഴാണ്. അല്ലാഹു രാജാവാണ്, അല്ലാഹു മലിക്കാണെന്ന് 7ാമത്തെ സെന്റൻസിൽ, അല്ലാഹു മാലിക്കാണെന്ന് 3ാമത്തേതിലും ബന്ധമുണ്ടോ? 3 ബാക്കിയുണ്ട്. 3 ആയത്തുകളിൽ 4ഉം 6ഉം കിട്ടണം, 5ാമത്തേതും കിട്ടണം. 4ാമത്തെ എന്താ പറയുന്നത്? മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ സമ്മതം ഇല്ലാതെ. മൻ ദല്ലദീ, ആർക്കാണ്? യശ്ഫഉ ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് ഇന്റർസെഷൻ, അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ശഫാഅത്ത് ചെയ്യാൻ കഴിയുന്നത്. ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹു നൽകുന്ന സമ്മതമില്ലാതെ. അള്ളാന്റെ സമ്മതമില്ലാതെ ഒരാൾക്കുമേ നാളെ ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ല. അള്ളാന്റെ സമ്മതം അംബിയാഇന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖിന് ശഫാഅത്തുണ്ട്, ശുഹദാഇന് ശഫാഅത്തുണ്ട്, ഖുർആൻ മനപ്പാഠമാക്കുന്ന ഹാഫിളീങ്ങൾക്ക് ശഫാഅത്തുണ്ട്, അല്ലാഹുവിന്റെ ആലിമീങ്ങൾക്ക് ശഫാഅത്തുണ്ട്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശഫാഅത്തൊക്കെ ചെയ്യും. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഇതൊക്കെ അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടെയാണ്.
അപ്പോ അള്ളാഹു ചോദിക്കാൻ, ആരാണ് അള്ളാഹു നൽകുന്ന സമ്മതമില്ലാതെ ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ശഫാഅത്ത് നടക്കൂല. അവിടെ ഒരു ഇസ്തിസ്നാ എന്ന് പറയും, ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. ഇല്ലാ ബിഇദ്നി, സമ്മതമില്ലാതെ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ, അതാണ് 6ാമത്തെ സെന്റൻസ്. അവിടെയും ഒരു ഇല്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് ഒന്നുമേ പൂർത്തിയാക്കി മനസ്സിലാക്കാൻ ആർക്കാർക്കും കഴിയുകയില്ല. ഇല്ലാ ബിമാ ശാഅ, അല്ലാഹു അനുവദിക്കുന്നതല്ലാതെ മറ്റൊന്നും ആർക്കും അറിയില്ല. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ശഫാഅത്തില്ല, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഇൽമുമില്ല. ഇസ്തിസ്നാ 2 സെന്റൻസിലും വന്നു, 2ലും വന്നു. ഇല്ലാ ബിമാ ശാഅ ഇല്ലാ ബിഇദ്നി. ഇനി കിടക്കുന്നത് 5ാമത്തേതാണ്. 5ാമത്തെ എന്താ പറയുന്നത്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, മുമ്പിലുള്ളതും പിറകിലുള്ളതും അള്ളാഹു അറിയുന്നു. മുമ്പിൽ പിറകിൽ എന്ന് പറയാൻ അള്ളാഹു കൊണ്ടുവച്ച ഈ സെന്റൻസ് നേരെ മധ്യത്തിൽ 5ാമത്തേതായത്. മുമ്പിലുള്ളതും പിറകിലുള്ളതും അള്ളാഹു അറിയുന്നു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഇങ്ങനെ മനോഹരമായ സ്ട്രക്ചറിലാണ് ആയത്തുൽ കുർസി അള്ളാഹു കൊണ്ടുവച്ചിട്ടുള്ളത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളിത് ഉറങ്ങാൻ കിടക്കുമ്പോ ഓതണേ ഹിഫ്ളും മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു കാവൽ തരും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സകാത്തിന്റെ സ്വത്തിന് കാവൽ നിൽക്കുമ്പോ ഒരു പിശാച് സകാത്തിന്റെ സ്വത്ത് മോഷ്ടിക്കാൻ വന്നപ്പോ കൈ പിടിച്ചു. നിന്നെ ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് നിന്നെ ഞാൻ പോയി കംപ്ലൈന്റ് പറയും. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസല്ലേ. ആ സമയത്ത് പിശാച് പറഞ്ഞു, ഒരു മിസ്കീനായ ആളായിട്ടാ വന്നത്, ഒരുപാട് ദാരിദ്ര്യവും മക്കളൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് എന്നെ കംപ്ലൈന്റ് പറയല്ലേ, ഇനി ഞാൻ മോഷ്ടിക്കാൻ വരൂല എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അലിവ് തോന്നി പറഞ്ഞയച്ചു. സാരല്ല, പോട്ടെ, പാവല്ലേ. നബിയോട് എന്ന് പറഞ്ഞു, നബിയെ, ഇന്നലെ ഒരാൾ മോഷ്ടിക്കാൻ വന്നിരുന്നു നബിയെ, പക്ഷെ അവൻ വല്ലാത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ ഞാൻ മാപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ഇന്നഹു സയഊദ്, അവൻ ഇനിയും തിരിച്ചു വരും. അബൂ ഹുറൈറ ഇനിയും വരും, നോക്കണം. 2ാമത്തെ രാത്രി അബൂ ഹുറൈറ തങ്ങൾ കാത്തിരുന്നു, ഉറപ്പിച്ചു. നബി പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയും വരുമെന്ന് ഉറപ്പിച്ചു. ഒരാൾ വരുന്നു സകാത്തിന്റെ സ്വത്ത് മുഴുവനും വാരിയെടുക്കാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അവിടുത്തെ ഇൻചാർജ്. കൈപിടിച്ചു, പറഞ്ഞു, ഞാൻ ലഅർഫഅന്നക ഇലാ റസൂലില്ലാ, നിന്നെ ഞാൻ നബിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു, എന്നെ കംപ്ലൈന്റ് പറയല്ലേ, പാവമായ ആള്, ഒരുപാട് മക്കളുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഞാനിത് ചെയ്യൂല, എനിക്ക് മാപ്പ് തരണം. ഉറപ്പല്ലേ? ആ, ഉറപ്പാണ്, എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇനി വരില്ല നബിയേ, അങ്ങ് പറഞ്ഞ പോലെ ഇന്നലെയും വന്നു നബിയേ. പറഞ്ഞ അബൂ ഹുറൈറ, വ ഇന്നഹു സയഊദു, ഇനിയും അവൻ വരും. 3ാമത്തെ ദിവസവും വന്നു. ആ നേരത്ത് സിദ്ദീഖ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ വിടൂല, എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നീ ഇന്ന് വരുമെന്ന്, നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ലഅർഫഅന്നക ഇലാ റസൂലില്ലാ, നബിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിന്നെ ഹാജരാക്കുകയാണ്. പറഞ്ഞു, മാപ്പ് തരണേ. മാപ്പ് തരില്ല. 2 പ്രാവശ്യം മാപ്പ് തന്നില്ലേ, ഇനി മാപ്പ് തരില്ല. ഞാനൊരു കാര്യം പഠിപ്പിച്ചുതരാം, എന്നാ മാപ്പ് തരൂ. ഒരു ഇൽമു ഞാൻ പറഞ്ഞു തരാം, ആ ഇൽമു നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും. എന്താണത്? എന്നെ വിടുവോ? എന്നാ വിടാം. ആ ഇൽമു എന്താണെന്നറിയോ? നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ആയത്തുൽ കുർസി ഓതി കിടന്നാൽ ഒരു പിശാചും നിങ്ങളെ ആക്രമിക്കുകയില്ല. ആയത്തുൽ കുർസി ഓതി കേൾക്കണം. ഇൽമൊക്കെ പഠിപ്പിച്ചെന്നില്ല, ഇനിയിപ്പോ എങ്ങനെയാ പറഞ്ഞയച്ചു. നബിയേ, അങ്ങ് പറഞ്ഞ പോലെ വന്നു നബിയേ, ഞാൻ പിടിച്ചിരുന്നു. അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആയത്തുൽ കുർസി ഓതിയാൽ സുബ്ഹി വരെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിശാച് തൊടില്ല എന്ന്. നബി തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു സദഖക വഹുവ കദൂബ്, അവൻ വല്ലാതെ നുണ പറയുന്ന ആളാണ്, പക്ഷേ ഇപ്പറഞ്ഞത് സത്യമാണ്. അബൂ ഹുറൈറ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആരായിരുന്നു ആ വന്നത് എന്ന്? അമാ ഇന്നഹു അശ്ശൈത്വാൻ, അത് പിശാചായിരുന്നു ആ വന്നത്. അവൻ നുണ പറയുന്ന ആളാണ്, കദൂബാണ്.